നമസ്കാരം. വാർത്തകൾ ഇതുവരെയിലേക്ക് സ്വാഗതം. പൂരത്തിനൊരുങ്ങി തൃശൂർ. ഇന്നാണ് പൂരവിളംബരം. നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുരനട തുറന്ന് കൊമ്പൻ എറണാകുളം ശിവകുമാർ പൂരവിളംബരം നടത്തുക. ഇതോടെ പൂരം ചടങ്ങുകൾക്ക് തുടക്കമാവും. നെയ്തലക്കാവിൽ നിന്ന് എഴുന്നള്ളത്ത് തുടങ്ങി. വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, നെയ്തലക്കാവിൽ നിന്ന് എറണാകുളം ശിവകുമാർ നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി എഴുന്നള്ളി കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴാണ് തെക്കേ ഗോപുരനടയിൽ എത്തുക? നെയ്തലക്കാവിൽ നിന്നും ഭഗവതിയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ ഇതാ പുറപ്പെട്ടിരിക്കുന്നു. മഴ ഉണ്ട്, പക്ഷേ ചാറ്റൽ മഴ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആർക്കും വലിയ ബുദ്ധിമുട്ടുള്ള സാഹചര്യമല്ല ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ഇനിയുള്ള 4 കിലോമീറ്ററിലധികം ദൂരം ഈ പാതയോരങ്ങളിൽ മുഴുവൻ ഭഗവതിയെ കാണുവാൻ വിശ്വാസികൾ പറയും നിവേദ്യങ്ങളും എല്ലാം വെച്ച് കാത്തിരിക്കും. ആ വഴിയെല്ലാം കുട്ടികളും മുതിർന്നവരും എല്ലാം ആബാലവൃദ്ധം എന്നൊക്കെ പറയാം. വഴി ഉടനീളം ഭഗവതിയുടെ നെയ്തലക്കാവിന്റെ എഴുന്നള്ളത്തിനായി കാത്തിരിക്കും. അവരെ കണ്ട് 10 മണിയോടെയാണ് പൂരനഗരിയിലേക്ക്, തൃശൂർ നഗരത്തിലേക്ക് എഴുന്നള്ളത്ത് എത്തിച്ചേരുക. അതിനുശേഷം മണികണ്ഠനാൽ പരിസരത്ത് വെച്ച് മേളം തുടങ്ങും. തുടർന്ന് 2 മണിക്കൂറധികം മേളം നീണ്ടു നിൽക്കും. 12 മണിയോടെയായിരിക്കും തെക്കേ ഗോപുരനടയിലേക്ക് ഭഗവതി എത്തിച്ചേരുക. പടിഞ്ഞാറ് നടയിലൂടെ കടന്ന് വടക്കുന്നാഥനെ വലം വെച്ച് തെക്കേ ഗോപുരനട തുറന്ന് പുറത്തിറങ്ങി വീണ്ടും പടിഞ്ഞാറ് നടയിലേക്ക് പോയി നിലപാട് തറയിലെത്തി ശംഖനാഥം മുഴക്കുന്നതോടെയാണ് പൂരവിളംബരം പൂർത്തിയാകുക. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. ഉച്ചയ്ക്ക് 1 മണിയാകും ഈ ഒരു ചടങ്ങുകളൊക്കെ പൂർത്തിയാകാൻ എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. എന്നാണെങ്കിലും ചിട്ടവട്ടങ്ങൾ പാലിച്ച ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് ഇപ്പോൾ നെയ്തലക്കാവമ്മയുടെ എഴുന്നള്ളത്ത് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നെയ്തലക്കാവമ്മ പൂര വിളംബരം നടത്തുവാൻ വടക്കുന്നാഥ സന്നിധിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. തൃശൂർ പൂരം ചടങ്ങുകൾക്ക് തുടക്കമാവുകയാണ്. നെയ്തലക്കാവമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട ലക്ഷ്യമിട്ട് നടന്നു തുടങ്ങിയിരിക്കുന്നു. ഏതാണ്ട് 12 മണി 1 മണിയോടുകൂടി തെക്കേ ഗോപുരനട തള്ളി തുറന്ന് തൃശൂർ പൂരവിളംബരം നടത്തുമെന്നാണ് CV അനുമോദ് റിപ്പോർട്ട് ചെയ്യുന്നത്. പൂരം സുരക്ഷിതമായി ആസ്വദിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളതെന്ന് മന്ത്രി K രാജൻ. സുരക്ഷാ ക്രമീകരണങ്ങൾക്കും ഇത്തവണ ചുമതലക്കാരുണ്ട്. സ്വരാജ് റൗണ്ടിൽ നിന്ന് തന്നെ വെടിക്കെട്ട് ആസ്വദിക്കാൻ എല്ലാവർക്കും കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് വീണ്ടും മരണം. തിരുവനന്തപുരം SIT ആശുപത്രിയിലായിരുന്നു കൊല്ലം കുന്നിക്കോട് സ്വദേശിയായ 7 വയസ്സുകാരി നിയ ഫൈസലാണ് മരിച്ചത്. വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരുന്നത്. 1 മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് 3 കുട്ടികളാണ് മരിച്ചത്. നിയയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയില്ല. പൊതുദർശനവും ഒഴിവാക്കി. പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിലാണ് ഖബറടക്കം നടന്നത്. കുട്ടി പേവിഷബാധയേറ്റ് മരിച്ച സാഹചര്യത്തിൽ കുട്ടിയുടെ ഉമ്മയെ ക്വാറന്റീനിൽ ഇരുത്താൻ നിർദ്ദേശം. നേതൃമാറ്റം സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾക്കിടെ KPCC അധ്യക്ഷൻ K സുധാകരൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും. AK ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കളെ നേരിൽ കണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിശദീകരിക്കുമെന്നാണ് സൂചന. നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളിൽ ദേശീയ നേതൃത്വം ഇപ്പോഴും മൗനം തുടരുകയാണ്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി തനിക്കെതിരെ ദേശീയ നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകിയിട്ടും അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നത് ദേശീയ നേതൃത്വത്തിന് തന്നിലുള്ള വിശ്വാസം കൊണ്ടാണെന്ന് സുധാകരൻ ന്യൂസ് 18നോട് നടത്തിയ തുറന്നു പറച്ചിലാണ് ഹൈക്കമാൻഡിനെ വെട്ടിലാക്കിയിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്ററിന്റെ പുതിയ മന്ദിരത്തിലാണ് യോഗം. സർക്കാരിന്റെ വാർഷിക പരിപാടികളുടെ അവലോകനം, വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ തുടങ്ങിയവ ചർച്ചയാകും. PK ശ്രീമതിയെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയതുമായി ബന്ധപ്പെട്ട വിവാദവും ചർച്ചയായേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനെ അധിക്ഷേപിച്ച K മുരളീധരന് CPM നേതൃത്വത്തിന്റെ മറുപടിയും ഇന്നുണ്ടാകും. റാപ്പ്
അപ്പർ വേടൻ ഇന്ന് സർക്കാർ പരിപാടിയിൽ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടുക്കിയിൽ നടക്കുന്ന എന്റെ കേരളം പരിപാടിയുടെ സമാപനത്തിന്റെ ഭാഗമായാണ് ഷോ. വൈകുന്നേരം വാഴത്തോപ്പ് സ്കൂൾ ഗ്രൗണ്ടിലാണ് വേടന്റെ റാപ്പ് ഷോ. നേരത്തെ ഇടുക്കിയിൽ വാർഷികാഘോഷ വേദിയിൽ നടത്താനിരുന്ന ഷോ വേടൻ അറസ്റ്റിലായതിനെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. യുകെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഉടമ കാർത്തിക പ്രദീപിനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിച്ചെന്ന് പോലീസ്. കാർത്തികയ്ക്ക് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കാപ്പ കേസ് പ്രതികളെ ഉപയോഗിച്ച് പണം നഷ്ടമായവരെ ഭീഷണിപ്പെടുത്തിയതായി പരാതി ലഭിച്ചെന്ന് സെൻട്രൽ പോലീസ് വ്യക്തമാക്കി. കാർത്തികയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് പോലീസ്. അതേസമയം കാർത്തിക പ്രദീപിന്റേതെന്ന് പറയപ്പെടുന്ന ശബ്ദ സന്ദേശം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയാണ്. ആശമാരുടെ രാപ്പകൽ സമരയാത്ര ഇന്ന് ആരംഭിക്കും. യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നടക്കും. സമരയാത്ര 45 ദിവസം നീണ്ടു നിൽക്കും. സാമൂഹ്യ പ്രവർത്തകൻ ഡോക്ടർ ആസാദ് സമരയാത്ര ഉദ്ഘാടനം ചെയ്യും. കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദുവിന്റെ നേതൃത്വത്തിലാണ് സമരയാത്ര. പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയിൽ ആൾമാറാട്ടം നടന്നെന്ന സംശയത്തിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ്. തിരുവനന്തപുരം പാറശാല സ്വദേശിയായ വിദ്യാർത്ഥിയെയാണ് ഇന്നലെ പത്തനംതിട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അഡ്മിറ്റ് കാർഡിലെ പേരും മേൽവിലാസവും പരീക്ഷാ സെന്ററും അടക്കം വ്യത്യാസം വന്നതിനാൽ പരീക്ഷാ കോർഡിനേറ്ററുടെ പരാതിയിലാണ് വിദ്യാർത്ഥിയെ സിന്ധു നദീജല കരാറിൽ കൂടുതൽ നടപടിയുമായി ഇന്ത്യ. ചെനാബ് നദിക്ക് കുറുകെയുള്ള ബഗ്ലിഹാർ ഡാമിന്റെ ജലമൊഴുക്ക് പൂർണ്ണമായി തടയാനാണ് തീരുമാനം. ഇന്നലെ ഡാമിന്റെ ഷട്ടറുകൾ താഴ്ത്തി വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ചിരുന്നു. സാഹചര്യം പരിശോധിക്കാൻ എഞ്ചിനീയർമാർ കാശ്മീരിലേക്ക് തിരിക്കും. അതിനിടെ പ്രശ്നപരിഹാരത്തിന് റഷ്യയുടെ പിന്തുണ തേടുകയാണ് പാകിസ്ഥാൻ. താഷ്കന്റ് കരാറിന് സമാനമായ ഇടപെടൽ വേണമെന്ന് റഷ്യയിലെ പാകിസ്ഥാൻ അംബാസിഡർ ആവശ്യപ്പെട്ടു. സംഘർഷ സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യം നേരിടാനുള്ള മോക്ക് ഡ്രിൽ കരസേന നടത്തി. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുള്ളവർ യാത്രക്കാരിലുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈ കൊളംബോ വിമാനത്തിൽ ശ്രീലങ്കൻ പോലീസ് പരിശോധന നടത്തി. ശ്രീലങ്കൻ എയർലൈൻസ് വിമാനത്തിലാണ് പരിശോധന നടത്തിയത്. ചെന്നൈയിൽ നിന്നുള്ള അറിയിപ്പിനെ തുടർന്നായിരുന്നു പരിശോധന. വിശദമായ പരിശോധനയിൽ സംശയകരമായ രീതിയിൽ ഒരു യാത്രക്കാരനെയും കണ്ടെത്താനായില്ല. പ്രതിരോധ രംഗത്ത് ഒരു നാഴികക്കല്ല് കൂടി പിന്നിട്ട് ഇന്ത്യ. സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് സാങ്കേതികവിദ്യ സ്വന്തമായി വികസിപ്പിച്ചു. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ ഉപസ്ഥാപനമാണ് ഈ സാങ്കേതികവിദ്യ വികസിപ്പിച്ചത്. മധ്യപ്രദേശിലെ ഷിയോപൂരിൽ വെച്ചാണ് പരീക്ഷണം നടന്നത്. പരീക്ഷണം 62 മിനിറ്റ് നേരം നീണ്ടുനിന്നു. ബജ്രംഗ് ദൾ നേതാവായിരുന്ന സുഹാസ് ഷെട്ടിയുടെ കൊലപാതകം NIA അന്വേഷിക്കണമെന്ന BJP നേതാവിന്റെ ആവശ്യം തള്ളി കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വര. NIA അന്വേഷണം വേണമെന്നത് BJPയുടെ ആവശ്യമാണ്. തങ്ങളുടെ പോലീസ് നല്ല രീതിയിൽ കേസ് അന്വേഷിക്കുന്നുണ്ട്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ അന്വേഷണം NIAക്ക് കൈമാറേണ്ട ആവശ്യമില്ലെന്നും G. പരമേശ്വര. വാർത്തകൾ ഇതുവരെ പൂർണ്ണമാവുകയാണ്. ഇനി 9 മണി വാർത്തയിൽ ആര്യ ആർ ദേവൻ ചേരും.